വെൽക്കം ബാക്ക് ടു ARS ട്രാവലർ. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വടകരയാണുള്ളത്. വടകര അതായത് നമ്മളെ പെരുവട്ടം താഴെ മുതൽ കരിമ്പനപ്പാലം വരെയുള്ള ദേശീയപാതയുടെ ഏറ്റവും പുതിയ കാഴ്ചകളാണെന്ന് അപ്ഡേഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന ആളുകൾ നല്ല രീതിയിൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ പുതിയ കാഴ്ചകൾ നമ്മൾ ഓരോ ആഴ്ച കൂടുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒന്നോ രണ്ടോ ആഴ്ച കൂടുമ്പോഴൊക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഭാഗത്തു നിന്നുള്ള നല്ല സപ്പോർട്ട് വേണം. അല്ലെങ്കിൽ നമ്മൾ ഈ നാഷണൽ ഹൈവേയുടെയൊക്കെ വീഡിയോ നിർത്തിക്കൊണ്ട് മറ്റു വേറെന്തെങ്കിലുമൊക്കെ സബ്ജക്റ്റ് തിരഞ്ഞെടുക്കേണ്ടി വരും. അപ്പോൾ നിലവിലുള്ള വ്യൂസ് ഒന്നും പോരാ എന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അപ്പോൾ അധികം വലിച്ചിട്ടില്ല, നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മളെ വടകരയിൽ പില്ലറിൻ്റെ മുകളിൽ ഗേഡർ വെക്കാൻ വേണ്ടിയിട്ട് കൃപാ ക്രൈം തയ്യാറായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള കാഴ്ചയാണ്. അതിനിടയിൽ രണ്ട് പട്ടികൾ അടിയാണല്ലോ. എന്താ ചങ്ങായി, എന്താണ് വിഷയം പറഞ്ഞു തീർക്കുക. കാര്യം സംഗതി അതാണ്. അപ്പോൾ നമ്മളെ കൃപാ ക്രൈം ഇവിടെ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. പില്ലറിൻ്റെ മുകളിലൊക്കെ ഗേഡർ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആകാശ കാഴ്ചയിലേക്ക് പോകാം. ഇപ്പം നമ്മളെ വടകര ഭാഗത്തുള്ള ദേശീയപാതയുടെ വീഡിയോ തുടങ്ങുന്നത് പെരുവട്ടം താഴെയിരുന്നാണ്. പെരുവട്ടം താഴെയിൽ നമ്മൾ കൈനാട്ടി ഭാഗത്തേക്ക് നോക്കുമ്പോഴുള്ള ഒരു കാഴ്ചയാണ്. നമ്മൾ ആ പെരുവട്ടം താഴെ ഒരു ഫ്ലൈ ഓവർ ഉണ്ടല്ലോ, ആ ഫ്ലൈ ഓവറിൻ്റെ തൊട്ട് മുന്നേയുള്ള ആ ഒരു അപ്രോച്ച് റോഡിൻ്റെ വർക്കിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് ഏതാനും ചില ആഴ്ചകളായി ആ തയ്യാറെടുപ്പ് തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മൾ പെരുവട്ടം താഴെ ഫ്ലൈ ഓവറാണ്. ഫ്ലൈ ഓവറിനോട് ചേർന്നിട്ട് അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണം നടക്കേണ്ടതുണ്ട്. രണ്ട് സൈഡിലെയും സർവീസ് റോഡ് എന്ന് പറയുന്ന ആ റോഡിലൂടെയാണ് വാഹനങ്ങൾ ഇരു സൈഡിലും കണ്ണൂർ കോഴിക്കോട് രണ്ട് സൈഡിലും പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ നമ്മൾ ആ ഫ്ലൈ ഓവറിൻ്റെ താഴ്ഭാഗത്തുള്ള കാഴ്ച കൂടി കണ്ടു നോക്കാം. ഫ്ലൈ ഓവറിൻ്റെ താഴ്ഭാഗത്തുള്ള കാഴ്ചയാണത്. ഇപ്പം വാഗാടിനെ സംബന്ധിച്ചിടത്തോളം വാഗാട് സ്വല്പം ടോറസ് വാഹനങ്ങളുടെ പണികളും മറ്റു കാര്യങ്ങളൊക്കെ എടുക്കാനും മറ്റ് അറ്റകുറ്റപ്പണികളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലമായിട്ട് ഈ ഒരു പ്രദേശത്തെ മാറ്റിയിട്ടുണ്ട്. അതിനിടയിൽ ഇവിടെ വാഗാടിൻ്റെ നമ്മളെ ക്രഷർ ഇതിന് തൊട്ടടുത്തുണ്ട്. അവിടെ ലേബേഴ്സ് താമസിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് സത്യം പറഞ്ഞാൽ ആ ഒരു ഡ്രെയിനേജിൻ്റെ വേസ്റ്റ് ഉണ്ടല്ലോ, ഇത് റോഡിലൂടെ സർവീസ് റോഡിലൂടെയാണ് തള്ളിയിടുന്നത്. മഴക്കാലത്ത് എന്തായാലും ഇവിടെ വെള്ളം കിട്ടി മഴ പെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ അത്യാവശ്യം ചെറിയ സ്മെല്ലും ഉണ്ട്. അപ്പോൾ എന്താണ് വാഗാട് ഇത്രയും തരം താണ പണിയെടുക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല. കാരണം നല്ല സ്മെല്ലുണ്ട്. ഇത് നിർത്തിയിട്ട് നടന്നു പോകുന്ന ആളുകൾക്കാണ് കൂടുതൽ ഫീൽ ചെയ്യുക. ബൈക്കിൽ വാഹനങ്ങൾക്ക് കാറിലൊക്കെ പോകുന്ന ആളുകൾ ജസ്റ്റ് പാസ് ചെയ്തുകൊണ്ട് വലിയ പ്രയാസമില്ല. പിന്നെ നടന്നു പോകുന്ന ആളുകൾ അത്തരം വേസ്റ്റിനകത്ത് കൂടി ചവിട്ടി പോകണം. ആ ഒരു അവരെ ലേബേഴ്സ് താമസിക്കുന്ന റൂമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വേസ്റ്റാണ് ഇതിൽ റോഡിൽ പെരുവഴിയിൽ ഒഴുക്കി വിടുന്നത്. അപ്പോൾ നമ്മുടെ പാർക്ക് ഹോസ്പിറ്റൽ, അത് കഴിഞ്ഞ് നമ്മുടെ ഇക്ര ഹോസ്പിറ്റൽ, പിന്നീട് ഇപ്പം ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ഈ ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ നിന്ന് നമ്മൾ നേരെ തെരുവത്ത് ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പഴയ ദേശീയപാത യാതൊരു കോട്ടവും തട്ടാതെ ഈ ഭാഗങ്ങളിൽ അതേപോലെ നിലനിന്നിട്ടുണ്ട്. പെരുവട്ടം താഴെയിൽ നിന്ന് നമ്മൾ ആശ ഹോസ്പിറ്റൽ തൊട്ട് മുന്നേ എത്തുമ്പോൾ, അതായത് നമ്മുടെ പഴങ്കാവ് എന്നൊക്കെ പറയുന്ന പഴങ്കാവ് ഭാഗത്തേക്കൊക്കെ പോകുന്ന ഒരു റോഡുണ്ട്. ആ റോഡിൻ്റെ തൊട്ട് മുന്നേ ഇവിടെ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു സർവീസ് റോഡ്, രണ്ട് സൈഡിലും സർവീസ് റോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ദേശീയപാത കംപ്ലീറ്റ് എക്സ്കവേഷൻ ചെയ്ത് താറൊക്കെ ഇടയ്ക്ക് മാറ്റി അതിനുശേഷം കുറച്ച് മണ്ണൊക്കെ ഇവിടെ അടിച്ചിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ പിന്നെ ഇപ്പോൾ സോയിൽ നെയിലിങ് ചെയ്യണമെന്നൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ സോയിൽ നെയിലിങ്ങിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. കുറച്ചൊക്കെ അത് അതിന് വേണ്ടി കട്ട് ചെയ്ത് കുറച്ച് കമ്പിയൊക്കെ ഇറക്കി വെച്ചിരുന്നു. പിന്നെ ആ ഒരു പ്രവർത്തനങ്ങളും നടന്നില്ല. അതിനിടയിൽ സോയിൽ നെയിലിങ് പ്രാക്ടിക്കലല്ല, അത് ശാസ്ത്രീയമല്ല, അതുകൊണ്ട് കഴിഞ്ഞ പല വഴിയിടത്തും ഇടിഞ്ഞതുപോലെ ഇവിടെയും ഇടിഞ്ഞു പോകും എന്ന് പറഞ്ഞുകൊണ്ട് സമരവും നടന്നിരുന്നു. അപ്പോൾ മുത്തശ്ശി രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഈ സമരത്തിന് പിന്നിലുണ്ടായിരുന്നത്. ഇവിടെയുള്ള പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളും മറ്റു ബന്ധപ്പെട്ട പുതിയ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ആളുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ ഈ പഴങ്കാവ് ജംഗ്ഷനാണിത്. ഇവിടെ സത്യത്തിൽ ഇവിടെ ഒരു അണ്ടർ പാസേജ്, ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസേജ് എങ്കിലും കൊടുത്താൽ നന്നായിരുന്നു. ഇപ്പോൾ തന്നെ നിങ്ങൾ കണ്ടില്ല, വാഹനങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ ബുദ്ധിമുട്ടിയിട്ടൊക്കെയാണ് പോകുന്നത്. പിന്നെ ഈ പഴങ്കാവ് ഭാഗത്തേക്കൊക്കെ പോകുന്ന കുരിക്കിലാട്, മാങ്ങോട്ടുപാറ, ആ ഭാഗത്തൊക്കെ പോകാൻ ആ വഴി ഉപയോഗിക്കുന്നുണ്ട്. ആ വഴിയിലേക്ക് പോകുന്ന വാഹനങ്ങൾ തെരുവത്ത് ആ ഒരു ഫ്ലൈ ഓവറിൻ്റെ ആ ഭാഗത്ത് പോയിട്ട് അണ്ടർ പാസേജിൻ്റെ ഇടയിലൂടെ കറങ്ങിത്തിരിഞ്ഞ് വരണം. പിന്നെ അതേപോലെ നമ്മുടെ വടകര CM ഹോസ്പിറ്റൽ, ജനതാ ഹോസ്പിറ്റൽ, ഇത്തരത്തിലുള്ള ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വാഹനങ്ങളും ഇത്തരത്തിൽ ഈ കറങ്ങിത്തിരിഞ്ഞ് വരണം. അപ്പം നമ്മുടെ വടകര ടൗണിലായതുകൊണ്ട് തന്നെ
ഇത് കൂടുതൽ ട്രാഫിക് ബ്ലോക്ക്, സർവീസ് റോഡിനകത്ത് കൂടുതൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കാൻ കാരണമാകും. അതേ അവസരത്തിൽ ഒരു ചെറിയൊരു അണ്ടർ പാസേജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് ഈ ഒരു പഴങ്കാവ് മുതൽ ആ തെരുവത്ത് ജംഗ്ഷനിലൂടെ പഴയ ബസ് സ്റ്റാൻഡിലേക്ക് കയറി വന്ന് ഇങ്ങനെ കറങ്ങിത്തിരിക്കുമ്പോൾ അത്രയും വാഹനത്തിൻ്റെ ഒരു ബാഹുല്യം കുറക്കാൻ കഴിയുമായിരുന്നു ജസ്റ്റ് അവിടെ ഒരു അണ്ടർ പാസേജ് കൊടുത്തിരുന്നെങ്കിൽ. പക്ഷെ അത് കൊടുത്തിട്ടില്ല. എന്തായാലും അത് ആവശ്യമായിരുന്നു. അത് നാട്ടുകാരും ബന്ധപ്പെട്ട ആളുകളും അത്തരം ആവശ്യവും ഉന്നയിച്ചതായിട്ട് നമുക്ക് കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ തെരുവത്ത് ജംഗ്ഷനാണ്. തെരുവത്ത് ജംഗ്ഷൻ ആ ഒരു ഫ്ലൈ ഓവറിൻ്റെ തൊട്ട് മുന്നേയുള്ള അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് ജസ്റ്റ് നമ്മൾ ഡ്രോണ് താഴെ കിടന്നങ്ങ് പറത്തിയതാണ്. അതാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് ഇവിടെയാണ് കുറച്ച് വർക്ക് ഇനി നടക്കാനുള്ളത്. ഇവിടെയൊക്കെ നല്ല രീതിയിൽ ട്രാഫിക് ബ്ലോക്ക്, ഒരു രക്ഷയില്ലാത്ത ട്രാഫിക് ബ്ലോക്ക് വൈകിട്ട് സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഈ വീഡിയോ എടുത്തത് നവംബർ 5 വൈകിട്ട് ഒരു 4 മണിക്ക് ശേഷം, ഏകദേശം ഒരു 4-4:30 ആ ഒരു സമയത്താണ്. അപ്പോഴുള്ള ട്രാഫിക് ബ്ലോക്കാണ്. ട്രാഫിക് ബ്ലോക്കിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സമയമാണിത്. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മൾ വീഡിയോ എടുത്തത്. ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്ക് ലേറ്റായി. അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോകളും നമ്മൾ പരമാവധി വൈകിട്ടെടുത്ത് രാത്രി അപ്ലോഡ് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അപ്പോഴാണ് പലപ്പോഴും നമ്മൾ യാത്രയിലുണ്ടായിരുന്ന സമയങ്ങളൊക്കെ കഴിയുമ്പോഴാണ് നമ്മൾ പറയുന്ന സമയത്ത് ചില സമയത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത്. പിന്നെ ഇന്ന് അല്പം തിരക്കുണ്ടായിരുന്നു, ജോലിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ തിരക്കുണ്ടായിരുന്നു. അതിനിടയിൽ കുറച്ച് സമയം എടുത്തു, ക്ഷമിക്കുക എന്നേ പറയുള്ളൂ. അപ്പോൾ നമ്മുടെ തെരുവത്ത് ജംഗ്ഷൻ ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്ത് പില്ലറിൻ്റെ മുകളിൽ കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഈ ഭാഗത്ത് അപ്രോച്ച് റോഡാണ്. അതായത് തെരുവത്ത് ആ ഫ്ലൈ ഓവർ കഴിഞ്ഞ് ഫാമിലി വെഡ്ഡിങ് സെൻറ്റർ അല്ലെങ്കിൽ നമ്മുടെ HDFC ബാങ്കിൻ്റെ ഒക്കെ തൊട്ട് മുന്നേ വരെ, അതായത് അപ്പോൾ പീറ്റർ ഇംഗ്ലണ്ടിൻ്റെ ഒക്കെ ഷോറൂമുണ്ട്, ഇവിടെയുള്ള നാട്ടുകാർക്ക് അറിയാൻ പറ്റും. അതായത് ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് ഇതൊക്കെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗമാണ്. സത്യത്തിൽ ഇവിടെയും ഫ്ലൈ ഓവർ പില്ലറിൻ്റെ മുകളിൽ തന്നെ റോഡ് കൊടുക്കുകയായിരുന്നു ഏറ്റവും ഉത്തമം. മറ്റൊന്നുമില്ല, തെരുവത്ത് ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ വലിയൊരു ജംഗ്ഷനാണ്. ഇരു സൈഡിലും പാർലമെൻറ് സ്കൂൾ, അതേപോലെ തന്നെ ഒരുപാട് ഒരു ടൗണാണ്. അപ്പോൾ ആളുകൾക്ക് ആക്സസ് ചെയ്യാൻ നല്ലൊരു സംവിധാനമായിരുന്നു. അപ്പോൾ നമ്മളെ ഫാമിലി വെഡ്ഡിങ് സെൻറ്ററിൻ്റെ ആ ഒരു ഭാഗം വൺ സൈഡിൽ ഓൾറെഡി പില്ലറിൻ്റെ മുകളിൽ ഗേഡർ ഇൻസ്റ്റാൾ ചെയ്ത് അതിൻ്റെ മുകളിൽ ഷട്ടറിങ് വർക്കൊക്കെ കഴിഞ്ഞു. ലെഫ്റ്റ് സൈഡിൽ പില്ലറിൻ്റെ വർക്ക് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ ഗേഡർ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ക്രെയിന് നിങ്ങൾ ഇവിടെ കണ്ടത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ട്. തീരെ മാറ്റമില്ലെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം താഴെ നിന്ന് നോക്കുന്ന ആളുകൾക്ക്, നിരന്തര സർവീസ് റോഡിലൂടെ യാത്ര ചെയ്തു പോകുന്ന ആളുകൾക്ക് മാറ്റങ്ങൾ കാണാൻ കഴിയില്ല. കാരണം സർവീസ് റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് അതേ രീതിയിൽ കിടക്കുന്നു. അതേപോലെ തന്നെ ക്രാഷ് ബാരിയർ മറ്റു കാര്യങ്ങളൊക്കെ ഇങ്ങനെ റോഡിൽ വെച്ചിരിക്കുന്നു. സ്ഥിരമായിട്ട് ആളുകൾ ട്രാഫിക് ബ്ലോക്കിലൂടെ യാത്ര ചെയ്തു പോകുന്നു. അപ്പോൾ നിങ്ങൾ ഇവിടെയൊക്കെ കാണില്ല, ആ ബ്ലോക്ക് തന്നെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് നമുക്ക് സ്വാഭാവികമായിട്ട് കാഴ്ചയിൽ തോന്നുക. എന്നാൽ ആകാശ കാഴ്ചയിൽ നോക്കുകയാണെങ്കിൽ പില്ലറിൻ്റെ മുകളിൽ ഷട്ടറിങ് വർക്കും അതേപോലെ തന്നെ മറ്റ് പില്ലറിൻ്റെ മുകളിൽ ഗേഡർ ഇൻസ്റ്റാളേഷൻ വർക്കുകൾ, പിന്നെ അതേപോലെ തന്നെ ഷട്ടറിങ് വർക്ക് കഴിഞ്ഞ ഭാഗത്ത് അതിൻ്റെ സൈഡിൽ നമ്മുടെ ക്രാഷ് ബാരിയർ കോൺക്രീറ്റ് ചെയ്യുന്ന വർക്കുകൾ, അത്തരത്തിലുള്ള വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ നേരെ കരിമ്പനപ്പാലം പ്രദേശമാണത്. അതായത് നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡാണ് നേരത്തെ കണ്ടത്. പുതിയ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് പിന്നെ കരിമ്പനപ്പാലം വരെ ഒരു മാറ്റവുമില്ല. അപ്പോൾ ജസ്റ്റ് അതുകൊണ്ട് തന്നെ ഈ കരിമ്പനപ്പാലത്ത് നിന്ന് നമ്മൾ പുതിയ ബസ് സ്റ്റാൻഡ് നോക്കുമ്പോഴുള്ള ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം നമ്മൾ പഴയ ദേശീയപാതയായതുകൊണ്ട് തന്നെ ആ ഭാഗത്തുള്ള കൂടുതൽ വീഡിയോസ്, കൂടുതൽ കാര്യങ്ങൾ നമ്മൾ കാണിച്ചില്ല. കാരണം നേരത്തെയുള്ളതിനകത്ത് ഒരു മാറ്റവും നമ്മൾ പുതിയ ബസ് സ്റ്റാൻഡ് മുതൽ കരിമ്പനപ്പാലം ഈ ഒരു മൈജിയുടെ ഈ ഒരു ഭാഗം വരെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. അപ്പം വെറുതെ നമ്മൾ ബാറ്ററിയിലെ ചാർജ് പോക്കുക, അതേപോലെ തന്നെ നമ്മളെ ബാറ്ററി ലൈഫ് കുറയ്ക്കുക എന്നതിനപ്പുറത്ത് വേറെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ആ ഭാഗം സ്കിപ്പ് ചെയ്തു. അപ്പോൾ നമ്മളെ കരിമ്പനപ്പാലത്ത് നിന്ന് നേരെ നമ്മൾ കോട്ടക്കടവ് ഭാഗത്തേക്കാണ്. കരിമ്പനപ്പാലം തോട് എന്നൊക്കെ പറയുന്ന പ്രദേശമാണ്. അപ്പോൾ ഇവിടെ പാലത്തിൻ്റെ പണികളൊക്കെയാണ് നടക്കേണ്ടത്. അപ്പോൾ ഇവിടെ പൈലിംഗ് ഒക്കെ നേരത്തെ അടിച്ചതാണ്. പൈലിംഗ് കഴിഞ്ഞതിന് ശേഷം കാര്യമായിട്ടുള്ള പ്രവർത്തനം നടന്നിട്ടില്ല. ഇനി 1-2 മാസം കൂടി കഴിഞ്ഞാൽ ഈ കരിമ്പനപ്പാലം തോട്ടിലെ വെള്ളമൊക്കെ കുറച്ചുകൂടി പറ്റും. ആ സമയത്ത് ഒരു പക്ഷേ വർക്ക് എടുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ കരിമ്പനപ്പാലം ഭാഗത്തുനിന്ന് പിന്നെ നേരെ കോട്ടക്കടവ് ഭാഗത്തേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഒരുപാട് റോഡ് അലൈൻമെൻറ്റ് ചെയ്ത പ്രദേശത്ത് കംപ്ലീറ്റ് പുല്ലും അതോടൊപ്പം തന്നെ കാടൊക്കെ പിടിച്ച് ക്രാഷ് ബാരിയർ അതേപോലെ തന്നെ RE പാനലുകളൊക്കെ തപ്പിയെടുക്കേണ്ട ഒരു സാഹചര്യമാണ്. അതിനിടയിൽ ഒരു ട്രെയിന്, നമ്മുടെ വടകര ഭാഗത്തേക്കൊരു ട്രെയിന് പോകുന്ന മനോഹര ദൃശ്യവും കൂടി നമുക്ക് ലഭിച്ചിരിക്കുന്നു. അപ്പോൾ കരിമ്പനപ്പാലം
നേരെ കോട്ടക്കടവ് ഭാഗത്തേക്ക് പോകുമ്പോൾ കോട്ടക്കടവ് ഭാഗത്ത് കുറച്ച് മാറ്റങ്ങൾ, അത്യാവശ്യം മാറ്റങ്ങൾ നടന്ന ഒരു പ്രദേശം, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശവും കൂടിയാണ് കോട്ടക്കടവ്. നമ്മളെ റെയിൽവേ ഗേറ്റിൻ്റെ ഭാഗം, ആ റെയിൽവേ ഗേറ്റിൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത്, അതേപോലെ തന്നെ നമ്മളെ ഡ്രൈനേജ് സർവീസ് റോഡ്, ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ കോൺക്രീറ്റിങ്ങിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നേരത്തെ അലൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് മണ്ണൊക്കെ എടുത്ത് മാറ്റേണ്ട ഒരു പ്രദേശം ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ഇപ്പോൾ മണ്ണൊക്കെ എടുത്ത് മാറ്റി. അതിനിടയിൽ ട്രെയിന് പോയ ഒരു സമയത്ത് ഹൈവേയിൽ നല്ല രീതിയിൽ ബ്ലോക്കും ഈ ഒരു പ്രദേശത്ത് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ പുതിയ ഹൈവേ ഒക്കെ 6 വരിയൊക്കെ വരുമ്പോൾ ഇതിനകത്ത് എന്താണ് സംഭവിക്കുക എന്നിപ്പോഴും ആളുകൾക്ക് ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു ഭാഗങ്ങളുടെ ഒരു ട്രെയിന് പോയതുകൊണ്ട് നിലവിലെ ദേശീയപാതയിൽ അത്യാവശ്യം ബ്ലോക്കുണ്ട്. ഇതൊന്നല്ല, ഇതിലും നല്ല ബ്ലോക്ക് പല അവസരത്തിലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ നേരെ നമ്മൾ കോട്ടക്കടവിൽ നിന്നും SP ഓഫീസിൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ കോട്ടക്കടവ് കഴിഞ്ഞ് SP ഓഫീസിൻ്റെ തൊട്ട് മുന്നേ ഇവിടെ ഒരു അണ്ടർ പാസേജ് ഉണ്ട്. ആ അണ്ടർ പാസേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ സർവീസ് റോഡിൻ്റെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ വീട്ടുകാരൊക്കെ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിയാത്തത് കൊണ്ട് വാഹനങ്ങൾ പോലും വീട്ടിൽ കയറ്റാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അവരെ സംബന്ധിച്ചുള്ള വലിയ ആശ്വാസമായിട്ടുണ്ടാവും. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു വീടുണ്ട്, അവർക്കൊക്കെ വീട്ടിലേക്ക് വാഹനങ്ങൾ കയറ്റാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവിടെ പഴയ ദേശീയപാത ഒരുപാട് ടേണിങ്ങൾ ഉണ്ടായിരുന്നു. ആ ടേണിങ്ങൊക്കെ നിവർത്തിക്കൊണ്ട് ലെഫ്റ്റ് സൈഡിലൂടെയാണ് പുതിയ ദേശീയപാത കടന്നു വന്നത്. അപ്പോൾ ഇവിടെ അണ്ടർ പാസേജിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് മണ്ണൊക്കെ അടിച്ച് ഇതിൻ്റെ മുകളിൽ ഇനിയും ടാറിങ് നടക്കാനുള്ള വർക്കാണ്. ഇതൊക്കെ സത്യം പറയുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് തീരാൻ പറ്റുന്ന വർക്കുകൾ മണ്ണൊക്കെ അടിച്ചുകൊണ്ട്. പക്ഷേ വാഗാട് ഏറ്റവും ചുരുങ്ങിയത് ഒരു 3 മാസമെങ്കിലും, 3 മാസമല്ല അതിൽ കൂടുതൽ ഈ ഭാഗത്ത് എടുക്കും. കാരണം അവരുടെ ഒരു സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ അത്തരത്തിലാണ്. ഇതാണ് നമ്മുടെ വടകരയിൽ നിന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ്. ഈ വീഡിയോ എന്തായാലും നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ലൈക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, കമൻറ്റ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, അതേപോലെ തന്നെ നിങ്ങളെ വിലപ്പെട്ട ലൈക്ക്, സബ്സ്ക്രിപ്ഷൻ ഇതൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നൽകുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.